കുഞ്ഞോളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് സ്മെൽറ്റിംഗ് വഴി നമ്മൾ അയൺ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇരുമ്പിൻ്റെ ഒരു ക്രൂഡ് ഫോമാണ്, പ്യുർ ഫോം അല്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പിഗ് അയൺ. പിഗ് അയൺ എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഇരുമ്പാണ്. ആ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഇരുമ്പിനെ പിഗ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം അച്ചുകളിൽ ഒഴിച്ചിട്ട് സോളിഡിഫൈ ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ പിഗ്സിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പായതുകൊണ്ട് പിഗ് അയൺ എന്ന് പറയുന്നു. ഓക്കെ, ആക്ച്വലി ഈ പിഗ് അയൺ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഏറ്റവും ഇംപ്യൂർ ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ പ്യൂരിഫൈ ചെയ്യണം. നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട 3 ക്ലാസ്സുകളാണ്. 3 വെറൈറ്റി ടൈപ്പിലുള്ള ഇരുമ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പിഗ് അയൺ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എങ്കിലും നമ്മൾ ഒന്നുകൂടി പറയും കേട്ടോ. പിഗ് അയൺ ഡിസ്കസ് ചെയ്യാനുള്ളത് 3 types of irons. First one, pig iron. Pig iron. And second one, cast iron. Cast iron. Okay. And third one, wrought iron. Wrought iron. ഈ 3 നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, തുടങ്ങാം. ഒന്നാമത്തത് പിഗ് അയൺ. പിഗ് അയൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തിലേക്ക് പോവാം. പിഗ് അയൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാലും വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ടൊന്ന് പറയാം. നമുക്ക് എന്താണ് നമ്മൾ ചെയ്തത്? ബ്ലാസ്റ്റ് ഫർണസിൽ എന്താണ് ചെയ്തത്? മിക്സ്ചർ ഓഫ് ഓർ വിച്ച് ഈസ് Fe2O3 അല്ലെ. Fe2O3 പ്ലസ് കോക്ക് പ്ലസ് ലൈംസ്റ്റോൺ. ഈ 3 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ 3 എണ്ണത്തിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് കൊടുത്തു അല്ലെ. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്തു. ബ്ലാസ്റ്റ് ഫർണസ് ആ ബ്ലാസ്റ്റ് ഫർണസിൽ ഈ 3 എണ്ണം ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്മെൽറ്റിംഗ് എന്നുള്ള പ്രോസസ്സാണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവസാനം ബ്ലാസ്റ്റ് ഫർണസിന്റെ പുറത്ത് നമുക്ക് മോൾട്ടൺ ഫോമിലുള്ള ഇരുമ്പ് കിട്ടും. അത് എങ്ങനെ കിട്ടിയെന്നുള്ള ഓർമ്മ വേണം. ഈ 3 എണ്ണത്തിന് എന്താ സംഭവിച്ചത്? ആദ്യം ബ്ലാസ്റ്റ് ഫർണസിന്റെ വളരെ താഴെ വെച്ചിട്ട് ബോട്ടം റീജിയനിൽ വെച്ചിട്ട് കാർബൺ എന്തായിട്ട് മാറുന്നു? കാർബൺ കൺവേർട്ടഡ് ഇൻടു കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ബൈ ഹീറ്റിംഗ് വിത്ത് ഓർ ബേണിംഗ് വിത്ത് ഹോട്ട് എയർ. ഓക്കെ, ആ സോണിൽ നമ്മൾ എന്താ വിളിച്ചത്? കമ്പസ്റ്റൻ സോൺ. അപ്പൊ കമ്പസ്റ്റൻ സോണിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അത് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്യൂഷൻ സോണിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കോക്കുമായിട്ട് വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഈ കാർബൺ മോണോക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാർബൺ അല്ലെങ്കിൽ കോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് ആണ് ബ്ലാസ്റ്റ് ഫർണസിലെ റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ കാർബൺ എന്ത് പറ്റി എന്നുള്ള കാര്യം പറഞ്ഞു. കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഇനി Fe2O3 വരുന്ന മാറ്റങ്ങൾ നോക്കാം. Fe2O3 ആദ്യം എന്തായിട്ട് മാറുന്നു? Fe2O3 ഈ പറയപ്പെട്ട കാർബൺ മോണോക്സൈഡുമായിട്ട് റിഡക്ഷൻ സോണിൽ വെച്ചിട്ട് കമ്പൈൻ ചെയ്യുന്നു അല്ലെ. അങ്ങനെ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് Fe2O3 എന്താ സംഭവിക്കുന്നത്? Fe2O3 is first reduced to Fe3O4 അല്ലെ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. That Fe3O4 again reduced to FeO. അതേ സോണിൽ വെച്ചിട്ട് തന്നെയാണ് അല്ലെ. റിഡക്ഷൻ സോണിൽ വെച്ചിട്ട് FeO ആയിട്ട് മാറും. അപ്പൊ റിഡക്ഷൻ സോണിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ റിഡക്ഷൻ സോണിന്റെ താഴെ സ്ലാഗ് ഫോർമേഷൻ സോണിലേക്ക് പോകുന്നത് ആരാണ്? FeO ആണ്. എന്നിട്ട് തൊട്ട് താഴെയുള്ള സ്ലാഗ് ഫോർമേഷൻ സോണിൽ വെച്ചിട്ട് വീണ്ടും FeO കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് Fe ആയിട്ട് മാറുന്നു. Fe പ്ലസ് CO2. ഓക്കെ, അപ്പോ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഉള്ളിൽ ഇരുമ്പ് രൂപപ്പെടുന്നത് Fe2O3 എന്നുള്ള ഓറിൽ നിന്ന് ഇരുമ്പ് രൂപപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്ലാഗ് ഫോർമേഷൻ സോണിൽ വെച്ചിട്ടാണ്.
അപ്പൊ സ്ലാഗ് ഫോർമേഷൻ സോണിൽ വേറെന്ത് കൂടി സംഭവിച്ചു? സ്ലാഗ് ഫോർമേഷൻ സോണിൽ വെച്ചിട്ട് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ആ കാൽഷ്യം ഓക്സൈഡ് ഈ Fe-യിലുള്ള SiO2 എന്ന് പറയുന്ന ഗ്യാങ്ങുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. കാൽഷ്യം ഓക്സൈഡ് ഗ്യാങ്ങുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. കാൽഷ്യം ഓക്സൈഡ് ഫ്ലക്സ് ആണ് അവിടെ. അതെന്തായിട്ട് മാറുന്നു? കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന സ്ലാഗ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോ സ്ലാഗ് ഫോർമേഷൻ സോണിൽ രണ്ട് വസ്തുക്കളാണുള്ളത്. ഒന്ന് സോളിഡ് സ്റ്റേറ്റിലുള്ള ഇരുമ്പ്, ഫ്യൂഷൻ സ്റ്റേറ്റിലുള്ള അതായത് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള സ്ലാഗ്. ഇത് രണ്ടും കൂടി താഴോട്ട് വരുന്ന സമയത്ത് ഫ്യൂഷൻ സോണിൽ വെച്ചിട്ട് ഇരുമ്പ് ഉരുകുന്നു അല്ലെ. ആ ഇരുമ്പ് അങ്ങനെ രണ്ടെണ്ണം ഏറ്റവും ബോട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉരുകിയ അവസ്ഥയിലുള്ള രണ്ടെണ്ണം ഉണ്ട്. ഉരുകിയ സ്ലാഗ്, മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഉരുകിയ ഇരുമ്പ്, അത് രണ്ടും പോയിട്ട് ഫർണസിന്റെ താഴെ വന്നിട്ട് അടിഞ്ഞുകൂടുന്നു. അതിൽ Fe-യുടെ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് Fe താഴെയും ഇതിന്റെ ഡെൻസിറ്റി കുറഞ്ഞത് കൊണ്ട് ഇത് മുകളിലാണ് ഉണ്ടാവുക അല്ലെ. അങ്ങനെ നമ്മൾ ഫർണസിന്റെ താഴെ നിന്ന് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള Fe-നെ ടാപ്പ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് Fe is called എന്തെന്ന്? പിഗ് അയൺ. ആ Fe ആണ് പിഗ് അയൺ. അപ്പൊ ഇതാണ് പിഗ് അയൺ കിട്ടുന്ന പ്രോസസ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇത്ര പറഞ്ഞാൽ മതി. എന്താണ്? പിഗ് അയൺ ഈസ് ദി അയൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദി ബ്ലാസ്റ്റ് ഫർണസ്. എന്നിട്ട് അതിന്റെ 2-3 പ്രോപ്പർട്ടീസ് എഴുതുക. എന്ന് പറഞ്ഞാല് അതില് ആ പിഗ് അയണിൽ 4% കാർബൺ ഉണ്ട്. അത് പ്യുവർ അല്ല. നോക്കണം, ഇറ്റ് ഈസ് ദി ഇംപ്യുവർ ഫോം ഓഫ് മോസ്റ്റ് ഇംപ്യുവർ ഫോം ഓഫ് അയൺ. ഓക്കെ, ഇനി അതിന്റെ വേറെ പ്രോപ്പർട്ടി, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് അറിയാവോ? 4% കാർബൺ, 4% കാർബൺ, സിലിക്കൺ ഉണ്ടാകും. ഓക്കെ, സൾഫർ, ഫോസ്ഫറസ്, ആർസനിക്, മാംഗനീസ്. ഇതാണ് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ്. Okay, so pig iron is the iron obtained from the blast furnace. It is the most impure form of iron and it consisting of 4% carbons, traces of silicon, sulfur, phosphorus, arsenic and manganese as impurity. Okay അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കണം? ഇതിനെ പ്യുവർ ഫോമിലേക്ക് ആക്കി മാറ്റണം, ശുദ്ധമായ രൂപത്തിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതോടെ കഴിഞ്ഞു. എന്താണ് പിഗ് അയൺ എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ കാസ്റ്റ് അയണിലേക്ക് പോവാണ്. ഓക്കെ, കാസ്റ്റ് അയൺ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഓരോ കാര്യങ്ങളും നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടാ. കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത് ഈ പിഗ് അയണിൽ നിന്നാണ്. ഓക്കെ, അതിന് പിഗ് അയണിനെ കേൾക്കണം. പിഗ് അയണിനെ പഴയ ഇരുമ്പ് കഷ്ണങ്ങളുമായി ചേർക്കുക. പഴയ ഇരുമ്പ് കഷ്ണങ്ങൾ, അതായത് സ്ക്രാപ്പ് അയൺസ്, ഒഴിവാക്കിയ ഇരുമ്പ് കഷ്ണങ്ങളുമായി ചേർക്കുക. സ്ക്രാപ്പ് അയണുമായി ചേർക്കുന്നു. പ്ലസ് ചേർത്തിട്ട് ഈ സ്ക്രാപ്പ് അയണുമായി ചേർക്കുക. പ്ലസ് കോക്ക് വിച്ച് ഇസ് കാർബൺ ആൻഡ് ഹോട്ട് അയൺ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർത്തിട്ട് ചൂടാക്കുന്നു. ഇതിനെല്ലാം ചേർത്തിട്ട് ചൂടാക്കുന്നു. എന്തിനെല്ലാം? പിഗ് അയൺ, സ്ക്രാപ്പ് അയൺ, കോക്ക് ആൻഡ് ഹോട്ട് അയൺ. Okay, in a special type of furnace which is called cupola furnace. Okay, എന്താണ് cupola furnace? ഞാൻ ഇത് നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല. cupola furnace ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഇതിലുള്ള പ്രധാനപ്പെട്ട ഇമ്പ്യൂരിറ്റീസ് എല്ലാം അതിന്റെ ഓക്സൈഡ് ഫോമിൽ എസ്കേപ്പ് ചെയ്യും. സൾഫർ മുഴുവനല്ല, സൾഫർ ഭൂരിഭാഗം സൾഫറും സൾഫർ ഡയോക്സൈഡ് ആയിട്ട് പോകും. ഫോസ്ഫറസിന്റെ പെന്റോക്സൈഡ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. ആർസനിക്കിന്റെ പെന്റോക്സൈഡ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, മാംഗനീസ് ഓക്സൈഡ് ആണ്. അത് എസ്കേപ്പ് ചെയ്യുന്നത് ഗ്യാസ് അല്ല. ഓക്കെ, അപ്പൊ ഈ പറയപ്പെട്ടവർ ഭൂരിഭാഗം അതിന്റെ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. കാർബണിന്റെ അളവ് 4% നിന്നും കാർബണിന്റെ അളവ് 3% കുറയും. അങ്ങനെ
ഈ കപ്പോള ഫർണസിൽ നിന്നും പുറത്ത് കിട്ടുന്ന ആ അയണിന്റെ പേരാണ് നമ്മുടെ കാസ്റ്റ് അയൺ. എന്നാണ് കാസ്റ്റ് അയൺ. അപ്പൊ എങ്ങനെയാണ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത് പറഞ്ഞേ? Pig iron and scrap iron is heated with coke in a special type of furnace which is called cupola furnace. The impurities, most of the impurities are escaped as their volatile form. The resulting iron form is called cast iron. Then what are the content of this cast iron? This cast iron consisting of 3% carbon. 3% carbon. Okay. Then manganese and silicon. These are the important impurities present in the cast iron. ഇനി കാസ്റ്റ് അയണിന്റെ പ്രത്യേകതകൾ നോക്കണേ. കാസ്റ്റ് അയണിന്റെ പ്രത്യേകത, ഈ കാസ്റ്റ് അയണിന്റെ മോൾട്ടൺ ഫോമിനെ നമ്മൾ അച്ചുകളിലേക്ക് ഒഴിച്ചാൽ, പ്രത്യേക ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ചുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് സോളിഡിഫൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അച്ചുകളുടെ എക്സാക്റ്റ് ഒരു ഇംപ്രഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അതപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒന്ന്, ഈ കാസ്റ്റ് അയൺ വെരി ഹാർഡാണ്, നല്ല ബലമുള്ളതാണ്, ഉറപ്പുള്ളതാണ്, കാഠിന്യമുള്ളതാണ്. പക്ഷെ വളക്കാനും തിരിക്കാനൊന്നും നോക്കാൻ പറ്റൂല, അത് പൊട്ടിപ്പോകും, ബ്രിട്ടിലാണ്. ഹാർഡാണ് പക്ഷെ ബ്രിട്ടിലാണ്. അപ്പൊ ഏതെങ്കിലും ഷേപ്പിലേക്ക് നിങ്ങൾക്ക് അതിനെ മാറ്റണമെങ്കിൽ അതാ വളച്ചിട്ട് മാറ്റാൻ പറ്റില്ല. വളക്കാൻ നോക്കി കഴിഞ്ഞാൽ വളക്കാനോ തിരിക്കാനോ ഒടിക്കാനോ നോക്കിയാൽ അത് ഒടിഞ്ഞു പോകും, പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലുള്ള അച്ചെടുക്കുക, മൗൾഡ് എടുക്കുക, അതിലേക്ക് ഇതിന്റെ മോൾട്ടൺ ഫോമിനെ ഒഴിക്കുക. അങ്ങനെയാണ് ആ പ്രത്യേക എന്താ പറയാ, ഏത് പിന്നെ ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഹാർഡാണ്, ബ്രിട്ടിലാണ്. വേറൊരു പ്രത്യേകത, ഈ കാസ്റ്റ് അയൺ റെസിസ്റ്റന്റ് ടു ഓക്സിഡേഷൻ, കൊറോഷൻ ആണ്. റെസിസ്റ്റന്റ് ടു കൊറോഷൻ, അങ്ങനെ തുരുമ്പ് പിടിക്കുന്ന സാധനമല്ല. അത് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഇത് ഉപയോഗിക്കുന്നത് എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇരുമ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇരുമ്പ് കാസ്റ്റ് അയൺ ആണ്. ഫോർ എക്സാമ്പിൾ റെയിൽവേ സ്ലീപ്പേഴ്സ് മോയ്സ്ചറുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഗട്ടർ പൈപ്പുകളുടെ കേസിൽ ഗട്ടർ പൈപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഗേറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് പിഗ് അയണിന്റെ പിന്നെ ഉപയോഗങ്ങളും ക്ലിയർ ആയി. പിഗ് അല്ല, കാസ്റ്റ് അയണിന്റെ ഉപയോഗങ്ങളും ക്ലിയർ ആയി, സംശയമില്ലല്ലോ. അപ്പൊ പിഗ് അയണിൽ നിന്നാണ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്നാൽ കാസ്റ്റ് അയണിൽ കാർബണിന്റെ അളവ് കൂടുതലാണ്. കാർബണിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇത് ഹാർഡായത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ അയണിന്റെ മൂന്നാമത്തെ ഫോം പറയാം. മൂന്നാമത്തെ ഫോമാണ് ഇത് ഓട്ട് അയൺ. അതാണ് ഓട്ട് അയൺ. അതെങ്ങനെ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ കേൾക്കണേ. ഓട്ട് അയൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം, ഓട്ട് അയൺ ഈസ് ആക്ച്വലി, two important point, hot iron is the purest form of, it is the purest form of iron. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് ഹോട്ട് അയൺ എന്ന് പറയുന്നത്. Okay, and it is obtained from the cast iron, refining of cast iron. Okay, obtained by the refining of cast iron. Obtained by the refining of cast iron. Refining of cast iron. Okay. ഇനി അതിലുള്ള കാർബൺ കണ്ടന്റ് എത്രയാണെന്ന് അറിയാവോ? വെറും 0.2 to 0.5% ആണ്. എത്ര? 0.2 to 0.5%. വളരെ കുറവാണ്. കാർബണിന്റെ അളവ് വളരെ കുറവാണ്. കാർബണിന്റെ അളവ് വളരെ കുറവായത് കൊണ്ട് തന്നെ അത് സോഫ്റ്റ് ആണ്, മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. ഓക്കെ, അപ്പൊ മറന്നുകൂടാ, കാർബണിന്റെ അളവ് കുറവാണ്, സോഫ്റ്റ് ആണ്, മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. ആര്? ഹോട്ട് അയൺ. ഇത് പ്രധാനമായിട്ട് നമ്മൾ എന്താ പറയാ, പിന്നെ പെർമനന്റ് മാഗ്നറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു. പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിൽ സോളിനോയിഡിന്റെ കോർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഹോട്ട് അയൺ ആണ്. സോഫ്റ്റ് അയൺ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോഫ്റ്റ് അയൺ കോർ എന്നൊക്കെ പറഞ്ഞ് ഫിസിക്സിൽ കേട്ടിട്ടില്ലേ? അത് ആക്ച്വലി ഹോട്ട് അയൺ ആണ്, കാർബണിന്റെ അളവ് കുറവുള്ള ഇരുമ്പ്. ഓക്കെ അല്ലേ? ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അറിയാവോ കുഞ്ഞോളെ? നമ്മുടെ ഈ പിന്നെ കാസ്റ്റ് അയൺ ഉണ്ടല്ലോ, ആ കാസ്റ്റ് അയണിനെ
ആ കാസ്റ്റ് അയണിനെ നമ്മൾ ഒരു പ്രത്യേക തരം ഫർണസിൽ വെച്ചിട്ട് വിച്ച് ഈസ് കോൾഡ് റിവർബറേറ്ററി ഫർണസ് ഓർ പുഡ്ലിംഗ് ഫർണസ് എന്നൊക്കെ പറയും. റിവർബറേറ്ററി ഫർണസ് എന്നിട്ട് ചിത്രം പഠിക്കാനൊന്നുമില്ല നമുക്ക്. റിവർബറേറ്ററി ഫർണസ്, ആ ഫർണസിന്റെ പ്രത്യേകത അത് പിന്നെ പറയാം. അപ്പൊ ഈ റിവർബറേറ്ററി ഫർണസിൽ വെച്ചിട്ട് കാസ്റ്റ് അയണിനെ നമ്മൾ റിഫൈൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ആക്ച്വലി റോട്ട് അയൺ. ഓക്കെ, അപ്പൊ എന്താണ് ഈ റിവർബറേറ്ററി ഫർണസിൽ സംഭവിക്കുന്നത് അറിയാവോ? റിവർബറേറ്ററി ഫർണസിന്റെ ഉള്ളിൽ ഹേമറ്റൈറ്റിന്റെ ഒരു ലൈനിങ് ഉണ്ട്. ആ ഫർണസിന്റെ ഉള്ളിൽ ഹേമറ്റൈറ്റിന്റെ ലൈനിങ് ഉണ്ട്. ആ ഫർണസിലേക്ക് നമ്മൾ കാസ്റ്റ് അയൺ ആഡ് ചെയ്യുന്നു. ഓക്കെ, കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഇങ്ങനെ കാണിക്കാം. 3C 3% കാർബൺ ഉള്ള അയൺ വിച്ച് ഈസ് ദി കാസ്റ്റ് അയൺ. ഓക്കെ, അപ്പൊ അത് ഈ ഹേമറ്റൈറ്റിന്റെ പ്രസൻസിൽ നന്നായിട്ട് ചൂടാക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ ആ കാർബൺ മോണോക്സൈഡ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. ഭൂരിഭാഗം കാർബൺ മോണോക്സൈഡ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ഇരുമ്പ് റിലീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മൾ എന്ത് റോട്ട് അയൺ. ഇത് നമ്മൾ പറഞ്ഞു കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാല് എന്തുണ്ട്? മാംഗനീസും സിലിക്കണും ഉണ്ടല്ലോ ഇമ്പിരിറ്റി ആയിട്ട്. ആ ഇമ്പിരിറ്റി പിന്നെ റോട്ട് അയൺ ആയിട്ട് മാറുമ്പോൾ അത് ഭൂരിഭാഗം റിമൂവ് ചെയ്യപ്പെടും. എങ്ങനെയാണെന്ന് അറിയാവോ? ഈ പറയപ്പെട്ട റിവർബറേറ്ററി ഫർണസിൽ വെച്ചിട്ട് കാസ്റ്റ് അയണിനെ ചൂടാക്കുമ്പോൾ Mn എന്ന് പറയുന്നത് MnO ആയിട്ട് മാറും, മാംഗനീസ് ഓക്സൈഡ് ആയിട്ട് മാറും. പക്ഷെ അത് ഗ്യാസ് അല്ല, അതുകൊണ്ട് എസ്കേപ്പ് ചെയ്യത്തൊന്നുമില്ല. അതേപോലെ സിലിക്കൺ അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും, സിലിക്കൺ ഡയോക്സൈഡ്. അത് ഗ്യാസ് അല്ല, എസ്കേപ്പ് ചെയ്യില്ല. പക്ഷെ ഈ രണ്ടെണ്ണം പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു സാധനമായിട്ട് മാറി MnSiO3 മാംഗനസ് സിലിക്കേറ്റ് ആയിട്ട് മാറും. ആൻഡ് വിച്ച് ഈസ് എ സ്ലാഗ്. ആ സ്ലാഗിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് പിന്നെ ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട 3 ടൈപ്പിലുള്ള ഇരുമ്പ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത മെറ്റലിന്റെ എക്സ്ട്രാക്ഷനിലേക്ക് പോകാം.